ഹലോ, എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴുത്ത മാങ്ങ പെരക്കാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ രണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. നമ്മൾ മേടിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതാണ് മൂവാണ്ടൻ മാങ്ങയാണെന്ന്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് തോല് കളഞ്ഞ് പിന്നെ ആ പരിക്കിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെതായ കഷ്ണം നമുക്ക് തോലെല്ലാം കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം. അപ്പം മാങ്ങയെല്ലാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത്. അപ്പം ഇനി നമുക്ക് ഈ മാങ്ങയിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഈ മാങ്ങ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മാങ്ങ പെരക്കിൻ്റെ അരപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കാം കേട്ടോ. അപ്പം അതിനായി ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഉണങ്ങിയ തേങ്ങ എടുക്കാൻ പാടില്ല കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഇളയ തേങ്ങയില്ലേ, അതായിരിക്കണം നമ്മൾ പച്ചടിക്കെല്ലാം എടുക്കേണ്ടത്. അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റും. പിന്നെ അതുപോലെ തന്നെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട്. മാങ്ങാ പച്ചടിക്കെല്ലാം അരക്കുന്ന സമയത്ത് വറ്റൽമുളകാണ് നല്ലത്. അത് വാട്ടിയെടുത്താൽ ഇങ്ങനെ ഇതുപോലെ എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ തേങ്ങയുടെ കൂടെ ലാസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയത് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു 1/4 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പുളിയുള്ള പഴുത്ത മാങ്ങയിലും ചില മാങ്ങയിലും പുളിയുള്ള മാങ്ങ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് ഓൾറെഡി പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തൈര് ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ചേർത്ത് അരക്കാൻ പാടില്ല. അപ്പോഴേ മാങ്ങാ പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് മൊതിഞ്ഞ് കിട്ടും വേണം. ആ ഒരു രീതിയിൽ അരച്ചാൽ മതി. ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്കിത് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് മാങ്ങയിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് മാത്രം മതി. ഇനി വേറെ ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി തൈര് കൂടി ചേർക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാങ്ങാ പെരക്കിൻ്റെ ഒരു രീതി. കണ്ടില്ലേ, ഇങ്ങനെ മതിയാവും. പുളി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ തൈര് ഇച്ചിരി കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. അതുപോലെ തന്നെ പുളിയും എരിവും ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പം അതിന് നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം. ഇപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയൊന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് അന്നേരം തന്നെ ചൂടായി വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് കടുക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാങ്ങാ പെരക്കിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന കാര്യമാണ് ഈ ഒരു വറവിടൽ. അപ്പോൾ കറിവേപ്പില കിട്ടുന്നവരാണെങ്കിൽ കറിവേപ്പില കൂടി ഇടാൻ മറക്കരുത് കേട്ടോ. എനിക്ക് കറിവേപ്പില കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. നമുക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഈ വറവ് പെരക്കിലോട്ട് ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർ ഈ മാങ്ങാ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രുചികരമായ മാങ്ങാ പച്ചടി, മാങ്ങാ പെരക്ക് എന്ന് പറയും, മാങ്ങാ പച്ചടി എന്ന് പറയും, രണ്ടും വിളിക്കാം, റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റാണ്. ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും പാകത്തിനുള്ള ഉപ്പും കൂടിയെല്ലാം ആകുമ്പോൾ ആ പെരക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഏറ്റവും നല്ല രുചികരമായ ഒരു പെരക്കാണിത്. അപ്പോൾ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇപ്പം പഴുത്ത മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.
അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അത് എനിക്ക് ലാസ്റ്റ് എപ്പോഴും പറയാൻ വിട്ടു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.